21ാമത് മാർ അത്തനേഷ്യസ് ട്രോഫി അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് 2024 ജനുവരി 7-ന് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഭാരതത്തിന്റെ സ്പ്രിന്റ് താരവും അഭിമാനവുമായ ഒളിമ്പ്യൻ സിനി ജോസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾക്കൊപ്പം സംസ്ഥാനത്തെ തന്നെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ടീമുകളടക്കം 16 ടീമുകളെ ഉൾപ്പെടുത്തിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം ഇന്ത്യയുടെ സ്പ്രിന്റ് താരമായ ഒളിമ്പ്യൻ സിനി ജോസ് ആണ് 21ാമത് മാർ അത്തനേഷ്യസ് ട്രോഫി അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് 2024 ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2-ാം തീയതി നമ്മുടെ കുട്ടികളുടെ മിനി മാച്ച് ആരംഭിക്കും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ടീം ഉൾപ്പെടെയുള്ള ബാക്കി ടീമുകളെയാണ് ഇവിടെ പ്രഖ്യാപിക്കുക. ഒരു നാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. നമ്മളിത് ചെറിയ രീതിയിൽ തുടങ്ങി 21 വർഷം കൊണ്ട് നാഷണൽ ടൂർണമെൻറ്റായി നിൽക്കുന്നു. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു സവിശേഷത ഗ്രൗണ്ടിന് ഒരു അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ഉദ്ഘാടന ദിനത്തിൽ സന്തോഷ് ട്രോഫി കളിക്കാരനായ രജിസൺ ഇ തോമസ് ദീപം തെളിയിക്കും. നവീകരണത്തിന്റെ പ്രഥമഘട്ടം പൂർത്തിയായ ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 2024 ജനുവരി 7-ന് വൈകിട്ട് 4 മണിക്കാണ് ടൂർണമെന്റ് നടക്കുക. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,